ചിത്രകാരനായ റാഫേലിനെ കാണാൻ മൈക്കൽ ആഞ്ചലോ ഒരിക്കൽ വീട്ടിലെത്തി. റാഫേൽ പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. മൈക്കൽ ആഞ്ചലോ റാഫേലിന്റെ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ചു. ഒരു ക്യാൻവാസിൽ ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരുടെ രൂപം റാഫേൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. കാത്തുനിന്നും അടുത്ത മൈക്കൽ ആഞ്ചലോ ഒരു ബ്രഷ് എടുത്ത് ആ ചിത്രത്തിൽ നിസ്സാരമായ ചില വരകൾ കൂട്ടിച്ചേർത്തു. റാഫേലിനെ കാണാതെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. വീട്ടിൽ തിരിച്ചെത്തിയ റാഫേൽ തന്റെ ചിത്രത്തിലെ അധിക വരകൾ കണ്ട് അയൽക്കാരോട് ചോദിച്ചു, മൈക്കൽ ആഞ്ചലോ ഇവിടെ വന്നിരുന്നോ? തനിമ ഒരു സവിശേഷതയാണ്. ഒരാളിൽ മറ്റാരുമായും താരതമ്യപ്പെടുത്താനാകാത്ത വിധം ഉടലെടുത്തിട്ടുള്ള കഴിവുകൾ കണ്ടെത്തുകയും കരുപ്പിടിപ്പിക്കുകയും ചെയ്യുന്നവർ കാലത്തെ അതിജീവിക്കുന്ന പ്രതിഭകളാകും. ഏറ്റവും വലിയ അറിവ് സ്വന്തം പ്രതിഭയെ കണ്ടെത്തലാണ്. ഏറ്റവും വലിയ ശേഷി സ്വന്തം ഉള്ളിലെ വിളക്ക് അണഞ്ഞു പോകാതെ സൂക്ഷിക്കാനുള്ള കഴിവാണ്. സ്വത്ത് സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സ്വത്വ സംരക്ഷണം. കർമ്മരംഗങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളവരെല്ലാം തനിക്ക് മാത്രമായി ലഭിച്ച വരദാനങ്ങളെ തൻ്റേതായി വളർത്തിയെടുത്തവരാണ്. സ്വന്തം സവിശേഷതകളെ വിശ്വസിക്കുന്നവർ സ്വന്തം വഴിത്താരകൾ തുറക്കും. അല്ലാത്തവർ നാൽക്കവലകളിൽ അലഞ്ഞു തിരിയും. സാന്നിധ്യം ശ്രേഷ്ഠമാക്കുന്നവർ പ്രഗത്ഭരാണ്. അസാന്നിധ്യം അടയാളപ്പെടുത്താൻ കഴിയുന്നവരാണ് അതിവിശിഷ്ടർ. പാദങ്ങൾ പതിച്ച് കടന്നു പോകുന്നവർ ഒട്ടേറെയുണ്ട്. പാദമുദ്രകൾ അവശേഷിപ്പിക്കുന്നവർ വിരളവുമാണ്. കയ്യൊപ്പിന്റെ വ്യതിരക്തതയിൽ മാത്രമല്ല കാര്യം, കരവിരുതിന്റെ വൈചിത്രത്തിലും വൈശിഷ്ട്യത്തിലുമാണ് ഓരോ വ്യക്തിയും തങ്ങളുടേത് മാത്രമായ ലോകം സൃഷ്ടിക്കുന്നത്. ഒരു പേര് പോലും കൊത്തിവെക്കാതിരുന്നിട്ടും കർമ്മ സവിശേഷത കൊണ്ട് സ്വന്തം പെരുമ ആലേഖനം ചെയ്യുന്നവരുണ്ട്. ലഭിച്ച ബഹുമതികളോ സമ്പാദിച്ച ജനപ്രീതിയോ അല്ല അവരെ കാലത്തിന്റെ മുഖമുദ്രയായി അവശേഷിപ്പിക്കുന്നവർ. അവർ അവരായി തീരുന്നത് തടയാൻ അവർ ആരെയും അനുവദിച്ചിരുന്നില്ല.